ഇന്ന് നമുക്ക് ഗോതമ്പ് മാവ് വെച്ച് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 1/4 മുറി തേങ്ങയും പകുതി ഉള്ളിയും 1 ടീസ്പൂൺ ജീരകവും വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും ചേർത്ത് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തത് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടിയെടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയും മസാലയും കൂടിയിട്ടുള്ളത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. പിന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ സാധാരണ പൊടിയൊക്കെ കുഴക്കുന്ന രൂപത്തിൽ തന്നെ കുഴച്ചെടുക്കണേ ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ തടവി കൊടുക്കണേ. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കണേ, എന്നാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കുന്ന സമയത്തും കുറച്ച് ഓയിൽ നമ്മൾ കയ്യിൽ പുരട്ടണേ. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം 3 ടീസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതും 1 തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണേ, എന്നാലാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾക്ക് എരിവോ മുളക് പൊടിയോ ജാസ്തി വേണമെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറഞ്ഞത് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണ്ണതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രയും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മസാലയിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മസാലയ്ക്ക് നമ്മൾ ഗോതമ്പിലാകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ഇനി ഇതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കറി പോലും ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടൊരു സംഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.